യോഹന്നാൻ 15-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് തീർത്തു. വളരെ നാളുകൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് യോഹന്നാൻ 15-ന്റെ 27 വരെ നമ്മൾ എത്തി. 16-ലേക്ക് നമ്മൾ കടക്കുക. നമുക്ക് അതിനു മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കർത്താവിനോട് പ്രാർത്ഥനയായിട്ട് കർത്താവിലേക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് തന്നെ തിരുവചനമായിരിക്കുക. കർത്താവെ, ആ തിരുവചനത്തെ ധ്യാനിക്കുവാനും കർത്താവെ ആ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ഒക്കെ അവിടുന്ന് തരുന്ന എല്ലാ മഹാഭാഗ്യങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതെ കർത്താവെ, എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കർത്താവെ അവിടുത്തെ വചനം കേൾക്കുവാനോ അതിൽ നിന്ന് ജീവൻ പ്രാപിക്കുവാനോ സാധിക്കാതെ ഇരിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. എത്രയോ പേർക്ക് പലവിധമായിട്ടുള്ള പല പല കാര്യങ്ങളിൽ അവർ വ്യാപൃതരായിരിക്കുമ്പോൾ, അവർ ലോകത്തിൽ തന്നെ പെട്ടുകിടക്കുമ്പോൾ കർത്താവെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം ആ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ബദനിയിലെ മറിയം തിരഞ്ഞെടുത്ത പോലെ ആ നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവ് അവിടുത്തെ കാൽപാദത്തെങ്കിൽ ഇരിപ്പാൻ ഞങ്ങളെ കർത്താവെ വിളിച്ചു ചേർത്തത് ഇരിക്കുന്ന ഈ നല്ല ഭവനത്തിനായിട്ട്, നല്ല സാവകാശത്തിനായിട്ട്, നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവെ. ഞങ്ങളെത്തന്നെ സമ്പൂർണ്ണമായിട്ട് ഒരു പൂജ്യമായിട്ട് താഴ്ത്തുന്നു കർത്താവെ. ഒരു വട്ട പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെത്തനെയും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഹൃദയം കർത്താവെ മനസ്സാക്ഷിയിലുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഇപ്പോൾ തന്നെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ ചെഞ്ചുവര ചുരിഞ്ഞുവല്ലോ. ആ രക്തത്താൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകി അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് കർത്താവെ അവിടുത്തെ സ്നേഹത്തെ ഞങ്ങളോട് വർണ്ണിക്കണമെന്ന് ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ, പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങൾക്ക് യേശുവിനെ കാണണം കർത്താവ്. യേശുവിനെ ഞങ്ങൾക്ക് കേൾക്കണം. കർത്താവിൻ്റെ മറുപടി ചാരിയിരിക്കണം. കർത്താവിനെ പോലെ ഞങ്ങൾക്കായിത്തീരണം. അവിടുത്തെ ആ ആത്മസൗരഭ്യം കർത്താവെ, ആ ദിവ്യ സൗരഭ്യം കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ അത് നുകരണം. കർത്താവെ അവിടുത്തെ വചനം ഞങ്ങൾക്ക് രുചിക്കണം. കർത്താവെ ഞങ്ങൾക്ക് അങ്ങേപോലെ ആയിത്തീരണം. അതെ കർത്താവെ, സമൃദ്ധമായ ജീവൻ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ജീവനുണ്ട് എന്ന സമൃദ്ധമായ ജീവൻ ഇതിൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിലും അധികമായിട്ടുള്ളൊരു സമൃദ്ധമായിട്ടുള്ളൊരു ജീവൻ കർത്താവെ, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഒരു സമൃദ്ധി കർത്താവെ ഞങ്ങൾക്ക് വചനത്തിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. യേശുവിനെ ഞങ്ങൾക്ക് തൊടണം കർത്താവെ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. നമ്മൾ പല മാസങ്ങളായിട്ട് അപ്പോൾ യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ എത്തി. നമുക്കറിയാം അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രി നടക്കുന്ന സംഭവമാണ്. കർത്താവ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് 33 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു. ആ 33 വർഷക്കാലത്തിൽ 30-ാമത്തെ വയസ്സിലെ കർത്താവ് തന്നെ ശുശ്രൂഷ തുടങ്ങിയതായിട്ട് നമ്മൾ ലൂക്കോസ് 3-ാം അധ്യായത്തിലും മത്തായി 3-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് കർത്താവ് 30-ാമത്തെ വയസ്സിലാണ് തന്നെ ശുശ്രൂഷ തുടങ്ങിയതായിട്ടും, പിന്നീട് സുവിശേഷങ്ങളിലെ ചരിത്ര സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു 3.5 വർഷക്കാലമാണ് കർത്താവ് ശുശ്രൂഷിച്ചതെന്നുള്ള കാര്യമാണ് നമ്മൾ പരസ്യ ശുശ്രൂഷ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ഒരു 3.5 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ 3.5 വർഷക്കാലത്തിൻ്റെ ഒടുവിൽ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. പഴയ നിയമത്തിലെ അനേകം പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടത് അതുപോലെ എക്സാക്ട്ലി വളരെ കൃത്യമായിട്ട് പെസഹ കുഞ്ഞാടായിട്ട് ആ പെസഹ ദിനത്തിൽ തന്നെ കർത്താവ് ഒരു വ്യാഴാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെടുന്നതും കർത്താവ് ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽക്കുന്നതും ഒക്കെ നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൊതുവെ വിശ്വസിക്കപ്പെടുന്ന പോലെ വെള്ളിയാഴ്ചയല്ല വ്യാഴാഴ്ച നമ്മൾ പറയാൻ കാരണം ആ ഒരു 3 രാവും 3 പകലും ഒക്കെ യോനയുടെ പ്രവചനത്തോട് ബന്ധപ്പെടുത്തി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ കർത്താവ് വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം, എന്നാൽ സാത്താൻ വിചാരിച്ചു സാത്താനെ ഇവരെല്ലാം കൂടെ യുദാസിനെയും ബാക്കി പരീശന്മാരെയും ശാസ്ത്രിമാരെയും കൂടെ ഇളക്കി കൊണ്ടുവന്നപ്പോൾ സാത്താൻ വിചാരിച്ചു സാത്താനങ്ങ് ജയിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ എല്ലാം, ദൈവത്തിൻ്റെ ഒരു ഓവർ ആർച്ചിങ് സോവറിറ്റി, ദൈവത്തിൻ്റെ എല്ലാത്തിലും മേലെയുള്ള ദൈവത്തിൻ്റെ ഒരു പരമാധികാരത്തിൽ ദൈവം തന്നെ അനുവദിച്ചു. ദൈവം നേരത്തെ അനുവദിച്ചായിരുന്നെങ്കിൽ സാത്താനെ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെയോ യേശു ജനിച്ചപ്പം തന്നെയോ യേശു ജനിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹെരോദ്യാവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും യേശുവിനെ അങ്ങ് കൊല്ലാനായിരുന്നു സാത്താൻ്റെ പദ്ധതി. അങ്ങനെ ഈവൻ ഇസ്രായേൽ ജനതയെ തന്നെ എങ്ങനെയെങ്കിലും, ഇസ്രായേൽ സന്തതിയിലൂടെ വരുമെന്ന് അറിഞ്ഞ് ഇസ്രായേൽ ജനതയെ തന്നെ എങ്ങനെയെങ്കിലും ഉടുക്കിക്കളയാനായിട്ട് സാത്താൻ ഫറവോൻ മുഖാന്തരവും വേറെ പല പല ദുഷ്ടരായിട്ടുള്ള രാജാക്കന്മാർ മുഖാന്തരവും ഒക്കെ ജാതികൾ മുഖാന്തരവും ഒക്കെ ചരിത്രത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവസാനം യേശു ഈ ഭൂമിയിൽ കർത്താവ് ജനിച്ചു. കർത്താവ് ജനിച്ചപ്പം തന്നെ കർത്താവ് ഒരു നിസ്സഹായനായ ഒരു ശിശുവായിട്ടിരുന്നപ്പം തന്നെ സാത്താനെ ഹെരോദാവ് രാജാവ് കൂടെ കർത്താവിനെ അങ്ങ് കൊന്നുകളയാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പിന്നെ ശുശ്രൂഷയുടെ ഓരോ ഘട്ടത്തിലും അവരെല്ലാം അവനെ കൊല്ലുവാൻ ശ്രമിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ കല്ലെറിയാൻ തുടങ്ങുന്നതൊക്കെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവർ കർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു പോയതായിട്ടും
യോഹന്നാൻ 5:18 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചപ്പോഴത്തേക്കും 30-ാമത്തെ വയസ്സിൽ നസ്രയത്തിൽ ചെന്ന് താൻ ജനിച്ചു വളർന്ന നസ്രയത്തിൽ ചെന്ന് ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ തന്നെ പ്രസംഗം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഒരു മലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കർത്താവിനെ തള്ളിയിടാൻ നോക്കി. എന്നാൽ കർത്താവ് അതിൻ്റെ ഇടയിൽ ഇനി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം കർത്താവിന് ദൈവം അനുവദിച്ചായിരുന്നെങ്കിൽ എത്രയും നേരത്തെ കർത്താവിനെ എങ്ങനെങ്കിലും കൊന്നുകളയാൻ സാത്താന്റെ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു കർത്താവിന് എൻ്റെ പിതാവിൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം നാഴിക വരുന്ന ഒരു രംഗത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരിക. അപ്പം അങ്ങനെ ആ 33 വർഷക്കാലം കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് മാതൃകയായിട്ട് ഒരു ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ച് കാട്ടി. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ ശിഷ്യന്മാരുമായിട്ടൊരു അന്ത്യത്താഴ് അവസാനമായിട്ട് അവരുമായിട്ടൊരു സ്നേഹവിരുന്നുണ്ടെന്നത് നമ്മൾ അവിടെ യോഹന്നാൻ 13-ാം അധ്യായം മുതൽ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി. ശിഷ്യന്മാരുടെ കാല് കഴുകുക എന്ന് പറഞ്ഞ ഒരു ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്ന അത്രയധികം കർത്താവ് ഒരു താഴ്മ, ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയുള്ളവനാകിൽ എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞ മത്തായി 11:29 പറഞ്ഞ അതേ യേശു കർത്താവ്, ആ താഴ്മ കർത്താവ് സ്വാഭാവികമായിട്ടും കർത്താവ് തന്നെ ഒരു പൂജ്യമായിട്ട് ഒരു പൂജ്യമായിട്ട് മറ്റുള്ളവരെ തന്നെക്കാട്ടി ശ്രേഷ്ഠരായിട്ട് എണ്ണുവിന്ന ഫിലിപ്പിയർ 2:3 നമ്മൾ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുമ്പോൾ ഏറ്റവും അധികം അങ്ങനെ മറ്റുള്ളവരെ തന്നെക്കാട്ടിലും പ്രധാനപ്പെട്ടവരായിട്ട് ശ്രേഷ്ഠരായിട്ടെന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ടിൽ ആത്മീയരായിട്ടും നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അത് സത്യമല്ലാത്ത കാര്യമായി പോയി. എന്നാൽ മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് NASBയിൽ ആ വാക്കിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രീക്ക് പദത്തിൽ ബെറ്റർ എന്നും മോർ ഇമ്പോർട്ടൻ്റ് എന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദമാണ്. അപ്പം മറ്റുള്ളവർ നമ്മളെക്കാട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയത് കൊണ്ട് ശിഷ്യന്മാരെയും വേറെ ആരെയും തന്നെക്കാട്ടിൽ താനൊരു പിതാവിന് മുമ്പാകെ താൻ സർവശക്തനായ ദൈവമാണ് എന്ന പിതാവിന് മുമ്പാകെ തന്നെ അങ്ങ് താഴ്ത്തി, ഒരു മനുഷ്യനായിട്ട് തന്നെ താഴ്ത്തി, ഒരു അടിമദാസനായിട്ട് തന്നെ താഴ്ത്തി, എപ്പോഴും ഒരു പിതാവിന് മുമ്പാകെ ഒരു പൂജ്യമായിട്ട് തന്നെ കരുതിയത് കൊണ്ട് കർത്താവിന് സ്വാഭാവികമായിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതിനോ എന്തെങ്കിലും താണെന്ന് മനുഷ്യർ ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനൊന്നും കർത്താവിൻ്റെ മടിയിലായിരുന്നു. സ്വാഭാവികമായിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു യേശുവിനെയൊക്കെ നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായം മുതൽ കണ്ട് അതിനുശേഷം 13-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും അപ്പം മുറിച്ചു കൊടുത്തു, യൂദാസിനും അപ്പം മുറിച്ചു കൊടുത്തു. യൂദാസ് ആ അപ്പം എടുത്ത് ഭക്ഷിച്ച് അവൻ ഇരുട്ടിലേക്ക് കർത്താവിനെ ഒറ്റി കൊടുക്കാനായിട്ട് പോയതായിട്ട് യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്ന ഒരു സ്നേഹ സംഭാഷണമാണ് നമ്മൾ 13-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം മുതൽ 14-ാം അധ്യായത്തിന് 15-16 അധ്യായങ്ങളുടെ അവസാനം വരെയും കാണുന്നത്. 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഒരു ദീർഘമായിട്ടുള്ള ഒരു മഹാപുരോഹിത പ്രാർത്ഥന, ഹൈ പ്രീസ്റ്റ്ലി പ്രയർ കാണുന്നുണ്ട്. 18-ാം അധ്യായത്തിലാണ് കർത്താവ് അവിടെ ഗെത്സമനെ തോട്ടത്തിലേക്ക് കയറുന്നതായിട്ട്, അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ 18-ാമത്തെ വാക്യത്തിൽ കെദ്രോൻ തോട്ടിനക്കരെ, കെദ്രോൻ എന്ന് പറയുന്ന തോടുണ്ട്, അതിനക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, അതാ ഗെത്സമനെ തോട്ടം. അതിൽ അവന് ശിഷ്യന്മാരും കടന്നു. അപ്പം അവിടെ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവിനെ ഇവിടെ മത്തായി 18-ൽ യോഹന്നാൻ 18-ൽ കർത്താവിനെ അവിടെ അവർ അറസ്റ്റ് ചെയ്യുന്നതും ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ പിന്നീട് പിറ്റേ ദിവസം ക്രൂശിക്കുന്നതും ഒക്കെയാണ് നമ്മൾ പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അപ്പം കർത്താവ് അവിടെ ഒരു മാളിക മുറിയിൽ അവിടെ കർത്താവ് അവിടെ യെരുശലേമിലുള്ള ഒരു അപ്പർ റൂം, അതായത് ഒരു വീടിൻ്റെ ഒരു മേലെയുള്ള ഒരു നിലയിലുള്ളൊരു റൂം, അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള റൂമോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കാനോപ്പി മാതിരിയുള്ള ഒരു റൂമോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അപ്പർ റൂമിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി അപ്പം മുറിച്ച് കൊടുക്കുന്നതും. പിന്നെ 14-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവിടെ നിന്ന് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ലെറ്റ് us ഗോ ഫ്രം ഹിയർ, നമുക്ക് എഴുന്നേൽക്കുവിൻ, നാം പോവുക എന്ന് പറഞ്ഞ് കർത്താവ്, നമ്മളത് മത്തായി 26:30 നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് അവിടെ അവർ ഒലിവുമലയിലേക്ക് ഒരു സ്തോത്രഗീതം പാടി ഒലിവുമലയിലോട്ട് പോയതായിട്ടൊക്കെ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലോ ഒലിവുമലയിലോട്ടോ ചെന്നിട്ടോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 15-ാം അധ്യായത്തിൽ ഞാൻ തന്നെയാണ് സാക്ഷാൽ മുന്തിരിവള്ളി പിതാവ് തോട്ടക്കാരൻ എന്ന് പറയുന്ന ആ വലിയ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഉപമയൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം നമുക്ക് സഭയായിട്ട് പല ആഴ്ചകളിലും നമ്മളെ സഹായിച്ചല്ലോ. അപ്പം അതിനുശേഷം കർത്താവ് പറഞ്ഞു വന്ന് അതിനുശേഷം ഞാൻ പറയുന്നത് ചെയ്യുവാണെങ്കിൽ നിങ്ങളെൻ്റെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ സ്നേഹിതന്മാരാണെന്ന 14-ാം യോഹന്നാൻ 15:14 യോഹന്നാൻ 14:15 നമുക്ക് നമ്മളെപ്പോഴും കോട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്താ പറയുന്നത്? യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കൽപ്പനകളെ കാത്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. 15:14 എന്താ പറയുന്നത്?
നിങ്ങൾ എന്നെ ഞാൻ പറയുന്നത് കേൾക്കുവാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാണെങ്കിൽ, അത് 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. അപ്പം കർത്താവിൻ്റെ ശിഷ്യന്മാരാണോ നമ്മൾ? അതെ. എന്നാൽ കർത്താവിൻ്റെ സ്നേഹിതനാകുവാൻ ഒരു ഡബിൾ പ്രൊമോഷൻ ഓഫർ മാതിരിയുള്ള ഒരു ഓഫർ, കർത്താവിൻ്റെ ഒരു സ്നേഹിതനായിട്ട്, കർത്താവിൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനായിട്ട് ആയിത്തീരുവാനുള്ള വലിയൊരു പ്രാഗൽഭ്യത്തിലേക്ക് നമ്മളെ വിളിക്കുക. അത് എല്ലാവർക്കും അതിനുള്ള ഒരു ആക്സസ് ഉണ്ട്, പ്രവേശനമുണ്ട്. എന്നാൽ ആർക്കേ കർത്താവോടുള്ള അതുപോലൊരു സുഹൃത്ത് ബന്ധം പോലെയുള്ള വളരെ ഇൻറ്റിമേറ്റ് ഒരു ആത്മബന്ധം ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചാൽ, കർത്താവ് പറയുന്നത് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, കർത്താവിൻ്റെ ആ വചനം അനുസരിക്കുന്നവർക്ക്, ആ വചനത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക്, അവരുടെ ജീവിതത്തിൽ പല വീഴ്ചകളോ താഴ്ചകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും കർത്താവെ, അവിടുത്തെ വചനം എനിക്ക് സമ്പൂർണ്ണമായിട്ടും അനുസരിക്കണം. കർത്താവെ, അതിനായിട്ട് എന്നെ തന്നെ ഞാൻ താഴ്ത്തി, അവിടുത്തെ വചനത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ജീവിതങ്ങളെ അതുപോലെ കൊടുക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് തന്നെ അവർക്ക് ഓരോ പടിപടിയായിട്ട് വചനം ഓരോന്നായിട്ട് സ്നാനപ്പെടുവാനുള്ള കൽപ്പനയാവട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോരോ കാര്യങ്ങൾ, നമ്മളെ കോപത്തെ ജയിക്കാനോ മോഹത്തെ ജയിക്കാനോ അല്ലെങ്കിൽ ആകുല ചിന്തകളെ ജയിക്കാനോ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനോ അങ്ങനെ മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനോ അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കാതിരിക്കാനോ മനുഷ്യമാനെ തേടാതിരിക്കാനോ ഒക്കെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ അനേകം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് അധികമായിട്ട് നമ്മൾ ആ കർത്താവിൻ്റെ താഴ്മയും നിസ്വാർത്ഥതയും ഒക്കെ നമ്മൾ വചനത്തിൽ കാണുന്തോറും അതെല്ലാം അനുസരിക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം, അതും കർത്താവ് പറയുന്ന ആ കോണ്ടെക്സ്റ്റിൽ അതിന് തൊട്ട് മുമ്പ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ 13-ാമത്തെ വാക്യം 15:13 സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികമുള്ള സ്നേഹമില്ല. അതുപോലെ ജീവനെ കൊടുത്ത് അല്ലെങ്കിൽ പ്രാണനെ കൊടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കൊടുത്ത്, അവിടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് വന്നപ്പോൾ സ്വന്തം ഇഷ്ടത്തെ കൊടുത്തെന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളവരുടെ ബന്ധത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ പലർക്കും ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ഭാര്യയുടെ ഭാഗത്തു നിന്നായിരിക്കും, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും, കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നോ അപ്പനമ്മമാരുടെ ഭാഗത്തോ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ നമ്മുടെ ജോലി ചെയ്യുന്നിടത്തു നിന്നൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പല പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ പിന്നെ എന്തുണ്ട്, ഒരു ക്രൂശുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കും, എന്താ അവരങ്ങനെ പെരുമാറുന്നേ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തേ, അതുകൊണ്ട് ഇങ്ങനെ അതെന്താ വാക്ക് പാലിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം അവരെ എന്നെക്കുറിച്ച് അവരിങ്ങനെ അപവാദം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പാരപണിതല്ലോ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ആ വ്യക്തിബന്ധങ്ങളിൽ പല ഉലച്ചിലുകൾ വരുമ്പോൾ അവിടെ കർത്താവേ, എൻ്റെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൈപ്പായിട്ടിരിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് രണ്ട് പറയാനോ അല്ലെങ്കിൽ തിരിച്ച് പാര വെക്കാനോ ഒക്കെ ആയിരിക്കും. എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്തുവാ, എൻ്റെ പ്രാണനെ വെച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയജീവൻ, എൻ്റെ സ്വന്തം ഇഷ്ടം, അത് ഞാൻ ഇവിടെ താഴെ അവിടെ കർത്താവെ അവിടെ ക്രൂസിൽ വെക്കുന്നു, ഞാൻ അതിനെ താഴ്ത്തുന്നു. കർത്താവെ, എനിക്ക് സ്വതവേ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈ സാഹചര്യത്തിൽ എനിക്ക് ക്ഷമിക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ കർത്താവെ, എൻ്റെ മനസ്സ് അസ്വസ്ഥമായിട്ടിരിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു. കർത്താവ്, ഈ സാഹചര്യത്തിൽ അവിടുന്ന് ഇത് അനുവദിച്ചു, അവിടുന്ന് അങ്ങനെ ഒരു കാര്യം അനുവദിക്കാതെ ഒരാൾക്കും എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കർത്താവെ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ ഒരു പൂജ്യമായിട്ട് താഴ്ത്തി അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ആ സാഹചര്യത്തിൽ കർത്താവിൻ്റെ തിരുക്കരങ്ങളുടെ കീഴിലേക്ക് ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഒന്ന് മരിപ്പിക്കാൻ എന്നെ സഹായിക്കുകയും പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ആ ജഡത്തിൽ ഒരു നുറുക്കം, അതായത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലൊരു നുറുക്കം, ഒരു മരണം കൊണ്ടുവരുന്നു. എന്നാൽ എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ അന്തരംഗത്തിലേക്ക്, ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ സ്നേഹത്തിൽ നിറച്ച് എനിക്ക് ആ യേശുവിൻ്റെ സ്നേഹത്തിൽ എൻ്റെ ചിന്തകൾ ദുഃഖപ്പെടുവാനും എൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുവാനും എൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് സ്നേഹത്തോടെ അവരോട് പറയാനും പെരുമാറാനും അങ്ങനെ ജീവനെ, അങ്ങനെ പ്രാണനെ കൊടുത്ത് സ്നേഹിക്കുന്ന ആ സ്നേഹം, അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെയെന്ന് 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്. കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് 18 മുതലുള്ള വാക്യങ്ങൾ കണ്ടു. ലോകം നമ്മളെ പകയ്ക്കുന്ന ലോകത്തിലും വെളിച്ചമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടോപ്പിക്കൊക്കെ ഇട്ട് നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ സൂസിസിൻ്റെ വീട്ടിൽ നമ്മൾ ആ കാര്യങ്ങൾ, ആ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. നമ്മൾ ഈ ലോകത്തിൽ വെളിച്ചമായിട്ടിരിക്കുമ്പം ലോകം നമ്മളെ പൂമാലയിട്ട് പൂജിക്കുന്നല്ല, മറിച്ച് സത്യത്തെ സ്നേഹിക്കുന്നവർക്ക്, ഒരു ആത്മാർത്ഥതയുള്ളവർക്ക്, സത്യത്തിന് വേണ്ടി ഒരു ദാഹമുള്ളവർക്ക് നമ്മളെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയുള്ളൊരു ചുരുക്കമേ കാണത്തുള്ളൂ. എന്നാൽ ലോകത്തിലെ ഭൂരിപക്ഷം പേർക്കും നമ്മൾ സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ നീതിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ, നീതിയായിട്ട് ന്യായമായിട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇവർ വലിയ സത്യവാന്മാർ വന്നിരിക്കുന്നു, ഇവർ വലിയ ഹരിചന്ദ്രന്മാർ വന്നിരിക്കുന്നു, ഇവരെന്താ കള്ളം പറയത്തില്ല, ഇവരെന്താ ദൈവമാണോ, ഇവരാണോ യേശുവാണോ ഇത് എന്ന് പറയും. എന്താ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളോട് പകയായിരിക്കും. അങ്ങനെ ലോകക്കാരെന്ന് പറയുമ്പോൾ അത്
ക്രിസ്തീയ പേരുള്ളവരായിരിക്കും, ക്രൈസ്തവരായിരിക്കും എന്ന ലോകത്തിന്റെ പിന്നാലെ, ലോകം എന്ന് പറഞ്ഞാൽ ആ ലോകവ്യവസ്ഥ, കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപമാകുന്ന ലോകവ്യവസ്ഥ എന്നൊക്കെ നമ്മൾ 1 യോഹന്നാൻ 2:16 വായിക്കുന്നുണ്ട്. ആ ലോകവ്യവസ്ഥ പ്രകാരം പോകുന്നവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യവും കലിയൊക്കെ ആയിരിക്കും. എന്നാൽ അത് കർത്താവിനെ അവർ മുമ്പേ പകച്ചു എന്നുള്ള കാര്യമൊക്കെ കർത്താവ് അതിൻ്റെ ആ 19-18 മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അവർ കാരണം കൂടാതെ നമ്മളെ ദ്വേഷിക്കുന്നു എന്നൊക്കെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഒരു കാരണമില്ലാതെ ആയിരിക്കും പകയ്ക്കുന്നത്. നമുക്ക് ആയിരിക്കും നമ്മൾ നല്ലതല്ലേ ചെയ്തുള്ളൂ, നമ്മൾ വേറെ ദേഷ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു വഴക്കുണ്ടാകാനോ പ്രശ്നം ഉണ്ടാകാനോ ഒന്നും പോയില്ല, പിന്നെ എന്താ എന്നോട് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചാൽ അത് അവിടെ ഒരു വചനമുണ്ട്, കാരണം കൂടാതെ. അത് നമ്മളത് കണ്ട് സങ്കീർത്തനം 3 സങ്കീർത്തനത്തിൽ അതിന്റെ കൊട്ടേഷൻ കണ്ടായിരുന്നു. 35:19, 69:4, 109:3 ഒക്കെ they hated me without a cause. ഒരു കാരണം കൂടാതെ പകച്ചു. അത് യേശുവിനെ കുറിച്ചുള്ള ഉദ്ധരണിയാ. എന്ന് യേശുവിന്റെ ശിഷ്യന്മാരുടെ നമ്മളെ അവർ കാരണം കൂടാതെ പകയ്ക്കും. അത് ആ പക, ആ വിദ്വേഷം, അതൊക്കെ ആ ക്രൂസിന്റെ ആ ഒരു ഒഫൻസ്, ക്രൂസിന്റെ ആ ഒരു ഒഫൻസൊക്കെ കാലം വരുന്തോറും, കാലം കൂടുന്തോറും, അവസാന കാലം ആവുന്തോറും കൂടി വരികയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ ചുറ്റും കാണുന്നത്. പിന്നെ 26-27 വാക്യങ്ങൾ നമ്മൾ കണ്ടു. യേശുവിനെ കുറിച്ച് ഏറ്റവും സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഈ സത്യാത്മാവ്. അതാ നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ സത്യത്തിന്റെ ആത്മാവ്, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇപ്പൊ നമ്മള് എലിയാസറിന്റെ കാര്യം പറഞ്ഞു വരും. നമ്മളത് ഉൽപ്പത്തി 24 അധ്യായത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഉൽപ്പത്തി 24 അധ്യായത്തിലേക്ക് നമ്മൾ എടുത്ത് നോക്കിയാല് എബ്രഹാമിന് വാഗ്ദത്ത പുത്രനായിട്ട് ആരാ ഉണ്ടായിരുന്നേ? ഇസഹാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇസഹാക്കിന് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഇസഹാക്കിന് എലിയാസർ എന്ന് പറയുന്ന തൻ്റെ ജോലിക്കാരനെ എബ്രഹാം ഏൽപ്പിക്കുന്നത്. എലിയാസർ റബേക്കയെ ചെന്ന് കണ്ടുപിടിച്ച് റബേക്കയെ ഇസഹാക്കിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രം നമ്മൾ ഉൽപ്പത്തി 24 അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പം അതാ നമ്മൾ പാട്ടുപാടുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു. അതായത് എലിയാസർ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ്, എബ്രഹാം ദൈവപിതാവിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മളവിടെ കാണുന്ന എലിയാസർ പരിശുദ്ധാത്മാവിന്റെ പ്രതീകം, ഇസഹാക്ക് യേശുക്രിസ്തുവിന്റെ പ്രതീകം, റബേക്ക കാന്തയായിരുന്ന റബേക്കയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മള് ഈ യേശുവിനെ നേരിട്ട് ഇന്ന് കാണുന്നതിന് മുമ്പായിട്ട് എലിയാസറിൽ കൂടാണ് ഇസഹാക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത്, ഐസക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പം എലിയാസർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇസഹാക്കിനെ കുറിച്ച് റബേക്കയോട് വർണ്ണിച്ചു കൊടുക്കുന്നു. ഇസഹാക്ക് ഇത്ര നല്ലൊരു മനുഷ്യനാണ്, ഇത്ര നല്ല സ്വഭാവമുണ്ട്, ഇത്ര കരുതലുണ്ട്, ഇത്ര സ്നേഹമുണ്ട്, ഇത്ര സാമർഥ്യവും കഴിവുകളും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് പരിശുദ്ധാത്മാവാണ് യേശുവിനെ നമുക്ക് വർണ്ണിച്ചു തരുന്നത്. അതാ നമ്മൾ ഇത് യോഹന്നാൻ 16 അധ്യായത്തില് അതിൻ്റെ 14-ാമത്തെ വാക്യം, 16:14, യോഹന്നാൻ 16:14 അവൻ പരിശുദ്ധാത്മാവ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവിന് എപ്പോഴും യേശുവിനെ അങ്ങ് മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒരു ആക്രാന്തമാണെന്ന് പറയാം. എപ്പോഴും എങ്ങനെയെങ്കിലും യേശുവിനെ മഹത്വപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് അങ്ങ് മറഞ്ഞിരുന്ന്, ആത്മാവാണ്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മറഞ്ഞിരുന്ന് എങ്ങനെയും യേശുവിനെ മഹത്വപ്പെടുത്തണം. അപ്പൊ ആ ഒരു സത്യാത്മാവ് വരുമ്പോൾ അതാ നമ്മളിപ്പോൾ വായിച്ച് നമ്മളിപ്പോൾ 15:26 അതാ വായിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് നിർത്തിയ വാക്യം. സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ആ സാക്ഷ്യം എന്നുള്ള വാക്ക് തന്നെ മാറ്റീരിയോ എന്നുള്ളൊരു വാക്ക്, ഗ്രീക്കിൽ സാക്ഷ്യം പറയുക എന്നുള്ള വാക്ക്. ആ മാറ്റീരിയോ എന്നുള്ള വാക്കിൽ നിന്ന് മാറ്റർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് മാറ്റർ എന്നുള്ള ആ വാക്ക് വരുന്നത് ഈ മാർട്ടീരിയോ എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു സാക്ഷ്യത്തില് ഒരു ക്രൂസ് ഉണ്ട്, ഒരു രക്തസാക്ഷിത്വം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയജീവന് ഒരു മരണം ഉണ്ടെങ്കിൽ യേശു യഥാർത്ഥത്തിൽ യേശുവെ ഞങ്ങൾ അങ്ങനെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ താഴാൻ എത്രമാത്രം വില്ലിങ് ആണോ അത്രമാത്രം യേശുവിന് ഉയരാനൊക്കത്തുള്ളൂ. ആ ഒരു പ്രൊപ്പോർഷനിൽ ഉയരാനൊക്കെ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ ഇപ്പം ചിലയിടങ്ങളിലാണെങ്കിൽ ഒത്തിരി അങ്ങ് സ്തോത്രം അങ്ങ് ഭയങ്കരമായിട്ട് ശബ്ദം. അപ്പം ശബ്ദകോലാഹലം നമ്മൾ എത്ര ശബ്ദം വെക്കുന്നു അത്രയധികം യേശുവിൻ്റെ നാമം ഉയരും എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ എത്രയധികം താഴ്ന്നുവോ അത്രയധികം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർത്തും. അപ്പം അതാ അവിടെ ഒരു മട്ടീരിയോ, അവിടെ ഒരു രക്തസാക്ഷിത്വം. അപ്പം അതാ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടി ഇരിക്കുകയുണ്ട്
സാക്ഷ്യം പറയുവിൻ എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യു വിൽ ടെസ്റ്റിഫൈ, നിങ്ങളും സാക്ഷ്യം പറയും, നിങ്ങളും അത് സ്വാഭാവികമായിട്ട് പറയും എന്നുള്ളൊരു കാര്യം അങ്ങനെ ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മളും നിൽക്കുവാണെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴടങ്ങി കൊടുക്കുവാണെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിന് കീഴടങ്ങി കൊടുക്കാതിരിക്കാനായിട്ട് നമ്മളിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടമോ, നമ്മുടെ ജഡം അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ സ്വയജീവൻ, അത് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിവിടെ കുറയണം, അവിടുന്ന് വളരണം, അവിടുത്തെ നാമം മഹത്വപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്നെ അധികമായിട്ട് കൺട്രോൾ ചെയ്യാനും എൻ്റെ ചിന്തകളെയും വാക്കുകളെയും വികാരങ്ങളെയും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ട് എന്നെ ഉപയോഗിക്കാനൊക്കെ. അപ്പോൾ അവിടെ ഞാനൊരു മാർട്ടിയറായിട്ട് തീർന്നു. ഞാനോ കുറഞ്ഞു, ഞാനൊരു രക്തസാക്ഷിയായിട്ട് എൻ്റെ സ്വയജീവൻ അവിടെ ഒരു മരണത്തിലേക്ക് പോകുന്ന ആത്മാവില് പരിശുദ്ധാത്മാവിന്റെ നിത്യജീവന്, ആ പരിശുദ്ധാത്മാവ് എന്നിലൂടെ കർത്താവിൻ്റെ സാക്ഷ്യം യഥാർത്ഥത്തിലുള്ള പ്രവചനം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വചന ശുശ്രൂഷ എന്താണെന്ന് നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ വെളിപാട് പുസ്തകം 19-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്ക് പലർക്കും പരിചയമുള്ള പദമായിരിക്കും. യഥാർത്ഥത്തിലുള്ള പ്രവചനം എന്താണെന്ന് ചോദിച്ചാൽ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ യേശുവിന് അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ്, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ സാക്ഷ്യമാണ്. ദ സ്പിരിറ്റ് ഓഫ് പ്രോഫസി, ഫോർ ദ ടെസ്റ്റിമണി ഓഫ് ജീസസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പ്രോഫസി. യഥാർത്ഥത്തിൽ ഇന്ന് ഒത്തിരി പേര് പ്രവാചകന്മാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ ഒത്തിരി പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നമുക്ക് കാണാനൊക്കെ അവർ നിങ്ങളെ 19-10 1910 വെളിപാട് 19-10 അവസാനം. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരോ ഇവിടെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോകും, അമേരിക്കയിൽ പോകുന്നൊക്കെ പറഞ്ഞ ഓരോ കള്ളപ്രവചകന്മാർ അവരുടെ ഫീസ് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെയുള്ള പല പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചന പ്രകാരമുള്ള പ്രവചനം എന്ന് പറഞ്ഞാൽ അത് ആത്മീയവർദ്ധനനും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രവചനം എന്നൊക്കെ 1 കൊരിന്ത്യർ 14:3 നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുക വെളിപാട് 19-3 19-10 നമ്മളെന്ത് വായിക്കുന്നത് യേശുവിൻ്റെ സാക്ഷ്യമാണ്. അത് യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ആ യേശു എങ്ങനെ ആയിരിക്കുമോ സംസാരിക്കുന്നത്, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കാർക്കശ്യം, യേശുവിനെ ഉയർത്തുന്നത്, അതാണ് യഥാർത്ഥത്തിൽ പ്രവചനത്തിൻ്റെ ആത്മാവ്. ഒരാൾ യഥാർത്ഥത്തിൽ പ്രവചിക്കുകയാണെങ്കിൽ, ദൈവാത്മാവിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ യേശുവിനെ ഉയർത്തുന്നതായിരിക്കും, തന്നെ ഉയർത്തുന്നതായിരിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊച്ചുവർത്താനം പറയുന്നതായിരിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കത്തില്ല. മറിച്ച് യേശുവിൻ്റെ സാക്ഷ്യമായിരിക്കും പ്രവചനം. അപ്പോൾ ആ യേശുവിൻ്റെ സാക്ഷ്യം, അത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങളും അത് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ യോഹന്നാൻ 15:27 നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടി ഇരിക്കുകയുണ്ട് നിങ്ങളും സാക്ഷ്യം പറയുവിൻ എന്നുള്ളൊരു കാര്യം പറയുന്നത്. കർത്താവിനോടുകൂടി ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ സാക്ഷ്യം പറയാനൊക്കെ ഉള്ളൂ. നമുക്കിപ്പം ഒരാളെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇപ്പം എനിക്ക് അജുബാനെ അറിയത്തില്ലെന്നിരിക്കട്ടെ, അപ്പം ആരെങ്കിലും അജുബാനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല ശരിക്കും, ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സാധനം എനിക്കറിയോ കന്നഡ അജുബാബു ബേറിനെ കുറിച്ച് എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ കൂടെ ഇരിക്കും, നമ്മൾ ഒരാളുടെ കൂടെ നമുക്ക് അയാളെ അത്ര പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങൾ കാണാം. ചിലരെ കുറിച്ച് പറയാൻ നമുക്ക് അധികമൊന്നും അറിയത്തില്ല, കുറച്ചൊക്കെ അറിയത്തുള്ളൂ, ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളെ അറിയത്തുള്ളൂ, കൂടുതലൊക്കെ നിങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നിങ്ങൾ ആദ്യം മുതൽ എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് സാക്ഷ്യം പറയുകയും, നിങ്ങൾ സാക്ഷ്യം പറയും. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുവാനും നമ്മുടെ എപ്പോഴെങ്കിലും ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ കുറച്ച് സമയം മാത്രമല്ല, മറിച്ച് എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കാനാ കർത്താവ് നമ്മളെക്കുറിച്ച്, എപ്പോഴും കർത്താവിൻ്റെ കൂടെ ജീവിക്കാനാ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നതെന്നൊക്കെ 1 തെസ്സലോനിയർ 5:10 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും കർത്താവിനോടുകൂടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചതെന്നാണ് 1 തെസ്സലോനിയർ 5:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അതുപോലെ എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൂടി ഇരിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതായത് കർത്താവിൻ്റെ കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും, നമ്മൾ യാത്രയിലായിരിക്കും, നമ്മൾ കടയിലായിരിക്കും, വേറെ പലരോട് നമ്മൾ മിണ്ടും വർത്തമാനം പറയും, എല്ലാം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്, നമ്മൾ പല പല ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മെ തന്നെ എപ്പോഴും ദൈവമുമ്പാകെ ഒരു സീറോവായിട്ട് താഴ്മയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് യേശുവിനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും, യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെവിടെ പോയാലും, പാടത്ത് പോയാലും, പറമ്പത്ത് പോയാലും, കടയിൽ പോയാലും, നമ്മൾ ഓഫീസിൽ പോയാലും, ഹോസ്പിറ്റലിൽ പോയാലും,
നമ്മൾ എവിടെ പോയാലും എവിടെ ആരും നമ്മുടെ കൂടെ ഉണ്ട്, യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക്, നമ്മുടെ കോളേജിലേക്ക്, ഓഫീസിലേക്ക് ഇന്ത്യയുടെ പ്രസിഡന്റും കൂടെ നമ്മുടെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസിഡന്റ് ഇപ്പം വി വിൽ ബി സോ കോൺഷ്യസ് ഓഫ് എ പ്രസൻസ്. അല്ലേ? ഇപ്പം ദ്രൗപദി മുർമു മാഡം കൂടെ നമ്മുടെ കൂടെ വരുവാണ് നാളെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ. അപ്പം എങ്ങനെ ഇതാരാ കൂടെ മാഡം വന്നിട്ടുണ്ടോ, എങ്ങനെ പറ്റി, എങ്ങനെ അറിയാം? അപ്പം നമുക്ക് പിന്നെ നമുക്ക് എങ്ങനെ മാഡത്തെ പരിചയപ്പെട്ടു, എങ്ങനെ എൻ്റെ കൂടെ ഇപ്പം വരാനിടയായി എന്നുള്ള കാര്യമൊക്കെ പറയാൻ ആയിരുന്നു ആഗ്രഹം. വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ള ആളെക്കുറിച്ച് നമുക്ക് പറയാൻ അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ്. കർത്താവിനെ നമ്മൾ കൂടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ, നമ്മൾ പോകുന്നിടത്തൊക്കെ കർത്താവിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെങ്കിലും എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയാനോ, ഒരു ട്രാക്റ്റ് കൊടുക്കാനോ, ഒരു പ്രാർത്ഥനയ്ക്ക് വിളിക്കാനോ, അങ്ങനെയൊക്കെ പല കാര്യത്തിലൊക്കെ നമുക്കത് കുറച്ചുകൂടി ഒരു സ്വാഭാവികമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, ആദ്യം മുതൽ നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയും എന്നുള്ളൊരു കാര്യം കർത്താവ് പറയുന്നത്. ആ ഒരു സാക്ഷ്യം പറയണമെങ്കിൽ അവിടെ ഒരു രക്തസാക്ഷിത്വം ഉണ്ട്, അവിടെ ഒരു എൻ്റെ ഇഷ്ടമല്ല. നമ്മുടെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും വിചാരിക്കുമോ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. പക്ഷേ അവിടെ രക്തസാക്ഷിത്വം ഉണ്ട്. നമ്മുടെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് എനിക്ക് ഒരു അവസരം തന്നാട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചു കയറി എവിടെ എല്ലായിടത്തും ചെന്ന് എന്തെങ്കിലും പറയണം എന്നല്ല, മറിച്ച് കർത്താവ് തരുന്ന പ്രേരണയ്ക്കൊത്തോണം നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷികളാകണം. നമ്മുടെ വാക്കുകൾ കർത്താവ് നമുക്ക് തരുന്ന അവസരത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കർത്താവിനെ ഉയർത്താനുള്ള ഒരു അവസരം ഉള്ളപ്പം നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാനൊക്കെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറയുക 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ലോകം നിങ്ങളെ പകയ്ക്കും, അത് എന്നെ ആദ്യമേ പകച്ചു എന്നൊക്കെ പറയും. ഇപ്പോഴേ അതങ്ങ് പറഞ്ഞ് വോൺ ചെയ്ത് അത് ഒരു മുന്നറിയിപ്പായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ പകയും വിദ്വേഷമൊക്കെ വരുമ്പോഴത്തേക്കും ആ പാടങ്ങ് പതിരെപ്പോയോ കർത്താവിനോട് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഈ നന്മയും അത്ഭുത സൗഖ്യവും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് പൂമാലയിട്ട് പൂജിച്ച് ഞങ്ങളെ രാജാവാക്കി കളയുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം എല്ലാവരും ഇപ്പം കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടേക്കുന്നു. കർത്താവേ അവിടുന്ന് എവിടെ ഉണ്ട് എന്ന് അന്നൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യം ആവരുത്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദാറ്റ് യു മേ ബി കെപ്റ്റ് ഫ്രം സ്റ്റംബ്ലിങ്. കർത്താവിനെ പ്രതി ചെറുതായിട്ടൊന്ന് ഇടർച്ച വന്നു ഒരാൾക്ക്. എവിടെ? യോഹന്നാൻ സ്നാപകന് വന്നു. അതാ നമ്മൾ മത്തായി 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യോഹന്നാൻ സ്നാപകൻ പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നു. അപ്പം അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് വലിയ സാക്ഷ്യമൊക്കെ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ കുഞ്ഞാടാണ്, ലോകത്തിലെ പാപം പോകുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നൊക്കെ യോഹന്നാൻ 1:29 സാക്ഷിയൊക്കെ പറഞ്ഞെങ്കിലും യോഹന്നാൻ ആ പഴയ ഉടമ്പടിയുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ഗ്രാഹ്യമേ യോഹന്നാൻ ഉണ്ടായിരുന്നുള്ളൂ, യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എഴുതിയ യോഹന്നാനല്ല, അത് ശിഷ്യൻ യോഹന്നാൻ. പക്ഷേ യോഹന്നാൻ സ്നാപകൻ, കർത്താവിനെ സ്നാനമൊക്കെ കഴിപ്പിച്ച കർത്താവിൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള യോഹന്നാൻ സ്നാപകൻ. അപ്പം ആ യോഹന്നാൻ സ്നാപകൻ ഈ കാരാഗ്രഹത്തിലായ സമയത്ത് യോഹന്നാൻ ഒരു ഡൗട്ട് അടിച്ചു. എന്താ, ഇത് തന്നെയാണോ യഥാർത്ഥത്തിലുള്ള മെസ്സിഹ? യോഹന്നാൻ ഇടറിപ്പോയി എന്നങ്ങ് വീണുപോയി എന്നല്ല പറയുന്നത്. എന്നാൽ യോഹന്നാൻ ഒരു ഇടർച്ച പോലെ വരുന്ന ഒരു സംഭവം നമ്മൾ മത്തായി 11 കാണുന്നുണ്ട്. അപ്പം മത്തായി 11 കർത്താവ് ഈ വാക്ക് ഇടറുന്നതിനെ കുറിച്ചുള്ള ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. മത്തായി 11:6 എന്നാൽ എന്നിൽ ഇടറി പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം അനേകർ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ സ്നാപകൻ പോലും ഇടറിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരു സമയത്തേക്കൊന്നായി പോയി. എന്നാൽ പക്ഷേ യോഹന്നാന്റെ ശിഷ്യന്മാരോട് യേശു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞയച്ചപ്പോൾ തീർച്ചയായിട്ടും യോഹന്നാൻ അദ്ദേഹം തീർച്ചയായിട്ടും തൻ്റെ ആ സംശയത്തെക്കുറിച്ച് അനുദപിച്ച് ദൈവമുമ്പാകെ നിരപ്പ് പ്രാപിച്ച് തീർച്ചയായിട്ടും വലിയൊരു രക്തസാക്ഷിയായിട്ട് പഴയ ഉടമ്പടിയിൽ തന്നെ ഏറ്റവും വലിയ ആളായിട്ട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തന്നെ കർത്താവ് തുടർന്ന് 11:11 പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ താൻ ജയിലിലായിരുന്നപ്പം, താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പം യു ദ എക്സ്പെക്റ്റഡ് വൺ, 3-ാമത്തെ വാക്യം മത്തായി 11:3 വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു പറയുന്നു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധിയായി തീരുന്നു, കുരുടരും മൂമരും സ്തുതി മുഴക്കും, നമ്മൾ ഓരോ പാട്ടിലൊക്കെ പാടുന്നത് പോലെ. അപ്പം ആ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് യോഹന്നാനോട് ചെന്ന് അറിയിക്കുമെന്നൊക്കെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് കർത്താവ് പറയുവാണ്, എന്നാൽ എന്നിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ മക്കളിലൂടെ ചെയ്യുന്ന, കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ, ചില കറക്ഷൻസ്, ചില തിരുത്തലുകൾ,
ചില ഡിസിപ്ലിൻ, അച്ചടക്കങ്ങളൊക്കെ ആ സമയത്ത് നമുക്കങ്ങ് ഇടറിപ്പോകാനൊരു സാധ്യതയുണ്ട്. നമ്മളെ ഇത്രയും നാളൊക്കെ കൂടെ നിന്നിട്ട് ഇപ്പം എന്തേ പറയുന്നത് കേട്ടില്ലേ, അങ്ങനെയൊക്കെയുള്ള ചില നമുക്കൊരു ഇടർച്ച വന്ന് നമ്മളങ്ങ് ഒരു തമിഴിലൊരു വാക്കുണ്ട് മനത്താങ്ങലടഞ്ഞ്, മലയാളത്തിൽ ഇടറി പോകുന്നതെന്നാണ് പറയുന്നത് അല്ലേ, മനത്താങ്ങലടഞ്ഞ് വെച്ചാൽ അങ്ങനെ ഒരു മനത്താങ്ങലടഞ്ഞ് നമുക്കൊരു ഒഫൻഡഡ് ആയിട്ട് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, ശരി എന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ചോ, ഇങ്ങനെയാണോ അങ്ങനെയാണോ. അപ്പം കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ ദാസന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇടർച്ച വരാൻ, ഒരു സ്റ്റംബ്ലിങ് വരാനൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇടറിപ്പോകാതിരിക്കുന്നവൻ, എന്നെക്കുറിച്ച് ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാനാണ് കർത്താവ് മത്തായി 11:6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളിപ്പം തിരിച്ചിവിടെ യോഹന്നാൻ 16:1 വാക്യത്തിൽ നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് ഇതുപോലെയുള്ള പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലൊരു കലക്കം വരാനൊരു സാധ്യതയുണ്ട്. നിങ്ങൾ മനുഷ്യജടത്തിലാണ് ഉള്ളത്. എന്നാൽ ആ സമയത്ത് ഞാൻ സംസാരിച്ച വചനങ്ങൾ പരിശുദ്ധാത്മ നിങ്ങളെ ഓർപ്പിക്കും. അപ്പോൾ ആ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്ന തൊട്ട് മുമ്പേ നമ്മൾ പറയുന്നത് നമുക്കറിയാം. 14:26 പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്ന് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർപ്പിക്കും. അതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുന്നുണ്ട് 25 വാക്യം 14:25 ഇതേപോലെ പറയുക, ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ സംസാരിച്ചൊക്കെ ആരും ഓർപ്പിക്കും? എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവിടെ യോഹന്നാൻ 14:25-26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവിടെ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ കർത്താവ് ഒരു പക്ഷേ നമുക്ക് മേലെ വെച്ചിരിക്കുന്ന ആത്മീയ അധികാരമുള്ള സൗകര്യങ്ങളിലൂടെയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനോ എല്ലാം മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷേ എങ്കിലും കർത്താവേ, നീതിമാൻ അടിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണയാണെന്നാണ് 141 സങ്കീർത്തനത്തിൽ ആ വാക്യം മിക്കവർക്കും നമുക്ക് അറിയാമായിരിക്കും അല്ലേ. 141 സങ്കീർത്തനത്തിൽ 141 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. നമ്മൾക്ക് എല്ലാവരെയും മലയാളികളെ നമുക്ക് എല്ലാവർക്കും തലയ്ക്ക് എണ്ണ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അന്ന് പുരോഹിതന്മാരെയും രാജാക്കന്മാരെയൊക്കെ അഭിഷേകം ചെയ്യാൻ വേണ്ടി തലയിൽ എണ്ണ ഒഴിച്ച് അവർ അഭിഷേകം ചെയ്ത്. അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള അഭിഷേകത്തിൻ്റെ എണ്ണ ചില ശാസനകളിലൂടെയും തിരുത്തലുകളിലൂടെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ തല മാറ്റി പിള്ളേരെ തല എണ്ണയൊക്കെ നോക്കിയപ്പോൾ ഇവർ തലയൊക്കെ മാറ്റിക്കൊണ്ട് പോകുന്നതുകൊണ്ടൊക്കെ അങ്ങനെ ദൈവം നമുക്ക് ചില ശാസനകളോ ചില തിരുത്തലുകളോ ചിലപ്പോൾ ചില രോഗാവസ്ഥകളിലൂടെ ആയിരിക്കും, ചില സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയോ ചില എന്തെങ്കിലുമൊക്കെ ചില പ്രയാസം അങ്ങനെ ഇതിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പം ദൈവത്തിൻ്റെ ഒരു ശിക്ഷണമോ ശാസനയൊക്കെ വരുന്നത്. അപ്പം ആ സമയത്ത് ഇടറി പോകാതെ ദൈവമേ അവിടെ നിന്ന് തന്നെ ശാസിക്കുവാണ്. ചിലപ്പം ഒരു സഹോദരനിലൂടെ ആയിരിക്കും ശാസിക്കുന്നത്, തിരുത്തുന്നത്. അപ്പോൾ എന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണയാണ്. നീതിമാൻ എന്നെ അടിക്കുന്നത് അത് ദയയിൽ അടിക്കട്ടില്ല. ദ റൈച്ചസ് മൈറ്റ് മീ ഇൻ കൈൻഡ്നസ് ആൻഡ് റിപ്രൂവ് മീ, ഇറ്റ് ഈസ് ഓയിൽ അപ്പോൺ ദ ഹെഡ്. എൻ്റെ തലയിൽ അത് എണ്ണയാണ്, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ, നിരസിക്കാതിരിക്കട്ടെ. നോട്ട് ലെറ്റ് മൈ ഹെഡ് റെഫ്യൂസ് ഇറ്റ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഈവൻ നമ്മളിപ്പം സങ്കീർത്തനം അവിടം വരെ എത്തിയതുകൊണ്ട് നമ്മൾ 2 പേജ് ഒരു 3 പേജ് ഇങ്ങോട്ട് മറിക്കുമ്പോൾ സദൃശ്യവാക്യം 1:23 അതാ വായിക്കുന്നത്, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവേ. കർത്താവിൻ്റെ ശാസന എണ്ണ തരാൻ വേണ്ടി കർത്താവ് എണ്ണ അഭിഷേകം ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ ശാസനയിലൂടെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ തിരിഞ്ഞുകൊള്ളുവിൻ. ടേൺ ടു മൈ റിപ്രൂഫ്. സദൃശ്യവാക്യം 1:23 എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. മനസ്സെന്നുള്ളത് തെറ്റായ ട്രാൻസ്ലേഷന് റുവാഹ് എന്നുള്ള റൂഹ അല്ലെങ്കിൽ റുവാഹ് എന്നുള്ള എബ്രായ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ആത്മാവ്, മനസ്സെന്നല്ല, ഐ വിൽ pour out my spirit on you. എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ദൈവത്തിൻ്റെ നമ്മൾ പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഇടറിപ്പോകാതിരിക്കുവാൻ അവിടെ കർത്താവിൻ്റെ ആ ശാസനയ്ക്കോ ആ അച്ചടക്കത്തിനോ ഒക്കെ നമ്മളങ്ങ് തലതിരിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇടറിപ്പോകത്തില്ല എന്ന് മാത്രമല്ല, മറിച്ച് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു അധിക പങ്ക് നമുക്ക് ലഭിക്കും. ആത്മാവിൻ്റെ അധിക പങ്കോടെ കൂടെ എന്തും കൂടെ ലഭിക്കും, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടും കൂടെ. എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഐ വിൽ മേക്ക് മൈ വേർഡ്സ് നോൺ ടു യു. സദൃശ്യവാക്യം 1-ാം 23 വാക്യം നമ്മൾ വായിച്ചു. അപ്പോൾ ആ ഒരു കർത്താവ് പല കാര്യങ്ങളും നമ്മളോട് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നെ സഭയിലൂടെ ചില കേൾക്കുന്ന കാര്യങ്ങൾ, എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിന് ഒത്തിരി അനുഭവങ്ങളുണ്ട്. സാഗ്ബറിലൂടെയൊക്കെ കേട്ടിട്ടുള്ള പല കാര്യങ്ങൾ, കോൺഫറൻസിലൂടെയൊക്കെ കേട്ടിട്ടുള്ള പല കാര്യങ്ങൾ, പിന്നീട് പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ അന്ന് കേട്ടത് ചിലപ്പോൾ ചില ബുക്സിലൂടെ വായിച്ച കാര്യങ്ങളൊക്കെ നമുക്കത് വലിയൊരു ബലമായിട്ടായിത്തീരും. ദൈവമേ, അന്ന്
കർത്താവ് ഓൾറെഡി വാൺ ചെയ്തുകൊണ്ട്, അത് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ എനിക്ക് ഈ അവിടെ വലിയൊരു PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് PGയുടെ ഫൈനൽ എക്സാം അവിടെ ചെന്നൈയിൽ പോയി എഴുതേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അവിടെ ലഞ്ച് ബ്രേക്കിന് വന്ന് ഒരു മെസ്സേജ് കോട്ടയം കോൺഫറൻസിന്, ആ വർഷത്തെ കോട്ടയം കോൺഫറൻസിന് മെസ്സേജ് അതുവരെ കേട്ടതിന് ബാക്കി കേൾക്കാൻ തുടങ്ങുക. ബാക്കി കേൾക്കാൻ തുടങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സാങ്ക്ലൂർ ആന സിസ്റ്റർ ചെന്നൈയിൽ പോയി അന്ന് എക്സാം എഴുതിയ, എല്ലൂരിൽ നിന്ന് എക്സാം എഴുതിയ ഒരു ടെസ്റ്റ് മണിയാണ് എന്താന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെന്നൈയിലോട്ട് എക്സാമിനായിട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു ഇത് കേട്ടതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് ഞാൻ ജസ്റ്റ് ലഞ്ച് കഴിക്കുമ്പോൾ സാധാരണ ഏതെങ്കിലുമൊക്കെ ഒരു മെസ്സേജും കൂടെ കേട്ടോണ്ട് ആത്മീയ ഭക്ഷണവും ഭൗതിക ഭക്ഷണം കൂടെ ഉരുട്ടിക്കുരുട്ടിയാണ് കഴിക്കുന്നത്. അപ്പം അത് ഞാൻ ബാക്കി ആ പോസ്റ്റ് ചെയ്യുന്ന അൺപോസ്റ്റ് ചെയ്ത് കേൾക്കാൻ തുടങ്ങുന്നത് അവിടെ സാക്വേർ കോട്ടയം കോൺഫറൻസിന് ആ വർഷം പറഞ്ഞ എന്താ സാക്ഷ്യം. അപ്പോൾ അവിടെ ഗൈനക്കോളജിയിൽ തോപ്പിച്ച കാര്യവും അതുപോലെ എന്താ പറയുക കുറച്ച് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യമൊക്കെ, അത് ശരിക്കും അത് എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ സഭയിലൂടെ സഹോദരങ്ങളിലൂടെയൊക്കെ കേൾക്കുന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ വിചാരിക്കുമോ എന്തെങ്കിലുമൊക്കെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നെന്ന്, നമ്മളത് കർത്താവിൽ നിന്ന് ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മളെ വോൺ ചെയ്യുക. പല പ്രയാസങ്ങളിലൂടെ, ചില കഠിനമായിട്ടുള്ള ചില ശോധനകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ കർത്താവ് പല കാര്യങ്ങളും നമ്മളെ മുമ്പേ നമ്മളോട് പറഞ്ഞു തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് ഇടറിപ്പോവാതിരിക്കാൻ വേണ്ടിയാ എന്നുള്ള കാര്യം. നമ്മൾ ഇത് യോഹന്നാൻ 13:7 നമുക്കറിയാം. എന്താ പത്രോസിനോട് പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കത്തത്തില്ല, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയുന്നത്. യേശു അവനോട് യോഹന്നാൻ 13:7 യേശു പത്രോസിനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പം പിന്നെ അറിയും പല കാര്യങ്ങളും. പല കാര്യങ്ങളും ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ വചനങ്ങൾ കേൾക്കുന്നു, ശരിയായി മനസ്സിലാക്കുന്നു. എന്നാൽ അത് ചിലപ്പോൾ നമുക്കൊരു വെളിപ്പാടായിട്ട് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് നമ്മൾ അതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, ഈ ഒരു പ്രയാസത്തിന്റെ സമയത്തിലുള്ള ദൈവത്തിന്റെ സമാധാനം എന്താണെന്നുള്ളൊരു ഇതുവരെ തിയറി ആയിരുന്നു, ഇപ്പോഴാണ് ശരിക്കും അത് പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ഇടറി പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളോട് മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. ഇതേ യോഹന്നാൻ അതിൻ്റെ അവസാനത്തോളം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനം ഇതേ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുക. ഇത് എന്തിനു വേണ്ടി എഴുതുന്നതെന്ന് ചോദിച്ചാൽ 31-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 20:31 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എന്തിനു വേണ്ടി ഇത് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ യോഹന്നാന് കുറെ കാര്യങ്ങൾ എഴുതി വെക്കണമെന്ന് തോന്നിയതില്ല, പരിശുദ്ധാത്മാവ് പ്രേരണ ചെയ്ത് എഴുതുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ വായിച്ച് യേശു ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള അഭിഷിക്തനായ ക്രിസ്തു എന്നുള്ള വാക്കിനർത്ഥം അഭിഷിക്തൻ, ക്രിസ്റ്റോസ്, ദൈവത്തിന്റെ അഭിഷേകത്തോടെ അയച്ചവൻ, ആ ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് യേശു കർത്താവ്, ഈ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, അങ്ങനെ ആ യേശുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്ക് ജീവൻ ഉണ്ടായി, എന്നാൽ ജീവൻ ഉണ്ടാകുവാനോ സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനോ കർത്താവ് വന്നിരിക്കുന്ന യോഹന്നാൻ 10:10 വായിക്കും. നമ്മൾ ഈ ദൈവവചനത്തിൽ ഓരോ സത്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും കർത്താവ് നമ്മൾ വിശ്വസിച്ച് ആശ്രയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമർത്ഥമായിട്ടുള്ളൊരു ജീവൻ ഉണ്ടാകും. നമ്മൾ പോകുന്ന ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ ആ ഒരു ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ജീവൻ നമുക്കുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് യോഹന്നാൻ 16 വരുമ്പോൾ അതിന്റെ 2-ാമത്തെ ഭാഗത്തിൽ അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും. നമുക്ക് അറിയാം, നമ്മളെ ഈ പിറവിക്കുരുടന്റെ ഉദാഹരണം തന്നെ, പിറവിക്കുരുടനൊരു വലിയൊരു മുന്നോടിയായിട്ട് പള്ളിഭ്രഷ്ടനായ കാര്യമൊക്കെ നമ്മുടെ അവിടെ യോഹന്നാൻ 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കർത്താവിനെ കൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തപ്പോഴത്തേക്കും അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പം അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അയ്യോ, അത് എത്ര ഒരു വിരോധാഭാസം വെച്ചാല്, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവമനുഷ്യരാ ഈ കർത്താവിന്റെ ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്. ആ 11 ശിഷ്യന്മാരോട് ആ കർത്താവ് ഡയറക്റ്റായിട്ട് ഇത് പറയുന്നതെന്ന്, കർത്താവ് അതിലൂടെ ആ 11 ശിഷ്യന്മാരോട് വിശ്വസിക്കാനിരിക്കുന്നവർക്ക് കൂടി വേണ്ടി ആ കർത്താവ് തുടർന്ന് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ യോഹന്നാൻ 17 നമ്മൾ വായിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ യോഹന്നാൻ 17:20 നമ്മളത് വായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരിലൂടെ അവരുടെ വചനം നിമിത്തം വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് ഈ പറയുന്ന വാക്യങ്ങൾ നമുക്ക് വേണ്ടി കൂടെ ഉള്ളതാ. അപ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരെ കൊല്ലുന്നത് ദൈവത്തിന് എന്തോ വഴിപാട് കഴിക്കുന്നതാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന നാഴിക വരുന്നു
അന്നത് 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ആ അപ്പോസ്തലന്മാരൊക്കെയും ആ 11 അപ്പോസ്തലന്മാരിൽ പിന്നെ പൗലോസിനെയും കൂടെ ചേർത്ത് 12 അപ്പോസ്തലന്മാരുടെ കാര്യം പറഞ്ഞാൽ അതിൽ യോഹന്നാൻ ഇത് എഴുതി യോഹന്നാൻ അപ്പോസ്തലനെ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായിട്ട് മരിക്കുകയായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലനും രക്തസാക്ഷിയായിട്ട് ചൂടുള്ള തിളപ്പിച്ച എണ്ണയിലൊക്കെ മരിക്കേണ്ടതായിരുന്നു എന്ന് ദൈവം അതിൽ നിന്ന് അത്ഭുതമായിട്ട് രക്ഷപ്പെടുത്തി പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി. പിന്നെ യോഹന്നാൻ ഒരു വാർദ്ധക്യത്തിലൊരു സ്വാഭാവിക മരണമായിരുന്നു സംഭവിച്ചെന്ന് ചരിത്രം പറയുന്ന എല്ലാവരും ആ ഒത്തിരി ഒരു കഷ്ടപ്പാട് പീഡനത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള ചില പ്രയാസങ്ങളോ ഇപ്പം നമ്മൾ സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഇപ്പം തന്നെ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട സമയമായി ജൂലൈ 31 മുമ്പ്. അപ്പം എല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ കള്ളക്കണക്കൊന്നും കാണിക്കാതെ സത്യസന്ധമായിട്ട് ചെയ്യുമ്പം നമുക്ക് ചില കാര്യങ്ങൾ കൂടുതൽ പല നൂലാമാലകളും ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ സത്യത്തിന് വേണ്ടി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് എടുക്കുമ്പം വേറെ പലരും നമ്മളെ വെറുക്കുവോ ചെറുക്കുവോ അതുപോലെ പല പ്രയാസങ്ങളൊക്കെ പ്രയാസപ്പെടുത്തുന്നവരൊക്കെ കാണുമായിരിക്കും. നമ്മളെക്കുറിച്ച് പലതും പറയുന്നവരൊക്കെ കാണുമായിരിക്കുന്ന അങ്ങനെയൊക്കെ അത് അവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ എന്നാൽ അവർ എത്ര വലിയൊരു പാതകമാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അവർക്ക് അറിയാത്ത തരത്തിൽ ഈവൻ ശൗല് പോലും പൗലോസായി തീർന്ന ശൗല് പോലും അങ്ങനെയൊക്കെയാണ് ചെയ്തത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വലിയ ഹാർട്ടി അഗ്രിമെന്റോടുകൂടി ഭയങ്കര വളരെ ഹൃദയം ചേർന്ന് നിന്ന് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വലിയ കരുത്തേക്ക് നിന്ന് ശൗലാണ് പിന്നീട് പൗലോസായിട്ട് മാറിയത്. അപ്പം ശൗല് അന്ന് സഭയെ പീഡിപ്പിച്ച് അതുപോലെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശൗലിന്റെ വിചാരം എന്തോ യഹോവയെ ദൈവത്തിന് എന്തോ വലിയ വഴിപാട് കഴിക്കുവാണ്, ഞാൻ വലിയ തീക്ഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാണെന്നുള്ള രീതിയിൽ ഇന്നും നമുക്കറിയാം. നമ്മളുടെ ക്രൈസ്തവരായിട്ടുള്ള പല സഹോദരന്മാരും ഒക്കെ അങ്ങനെ ഒക്കെ അവരുടെ മത തീവ്രതയിലും മത തീക്ഷ്ണതയിലും ഒക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നുള്ള നിലയിലൊക്കെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന നാഴിക വരുന്നു. അതിൻ്റെ 3-ാമത്തെ സ്റ്റാൻസിൽ അവർ പിതാവിനെ എന്നെ അറിയായകൊണ്ട് ഇങ്ങനെ ചെയ്യും. കർത്താവ് ഈ പീഡിപ്പിക്കുന്ന സമയത്ത് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളത് മുമ്പേ കണ്ടു, ഈ 15-ാം അധ്യായത്തിലും അത് കണ്ടു. ഇതെല്ലാം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. അവർ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളത്. അതാ 15-ന്റെ 21 നമ്മൾ അത് തന്നെ വായിച്ചു. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. അതായത് ശരിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു സഹായം കൂടെ കർത്താവ് അവിടെ ചെയ്യുക. എന്ന് വെച്ചാൽ കർത്താവിനെ ക്രൂസിൽ പ്രാർത്ഥിച്ച ആ കാര്യം നമുക്കറിയാം. ലൂക്കോസ് 23-34 വാക്യത്തിൽ എന്താ പ്രാർത്ഥിച്ചേ? പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. വെച്ചാൽ അവരൊരു മനുഷ്യനെ പച്ചയായിട്ട് നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ പച്ചയായിട്ട് കൊല്ലുമെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും അവര് യേശുവിനെ ആ ദൈവപുത്രനെ കൊല്ലുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നേ. അതുകൊണ്ട് കർത്താവെ പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മളോടും പല കാര്യങ്ങളും ചിലർ നമുക്ക് പ്രയാസമോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരും. കർത്താവ് ഇവർക്ക് അങ്ങേ അറിയത്തില്ല, അല്ലെങ്കിൽ വീണ്ടും വണ്ണം അവർക്ക് അങ്ങേ അറിയത്തില്ല. അവര് ദൈവത്തിനെതിരെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് അവരോട് അങ്ങ് ക്ഷമിക്കണമേ എന്നുള്ള കാര്യം. അതാ നമ്മൾ 15-ന്റെ 21 അത് വായിച്ച് അറിയായകൊണ്ട് അവർ അറിയായകൊണ്ട് ഇതിങ്ങനെയാ ചെയ്യുന്നേ. അത് കഴിഞ്ഞിട്ട് ഇപ്പം വായിച്ച് അവർ പിതാവിനെ എന്നെ അറിയായകൊണ്ട് ഇങ്ങനെ ചെയ്യും. ഇതേ യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ വാക്യം നമുക്കറിയാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടാന്നാ പറയുന്നത്. നമ്മൾ എനിക്ക് ഇത്രയും ഇവർക്ക് ഒരു അലവൻസ് കൊടുക്കേണ്ട കാര്യമുണ്ട്, ഇത്രയ്ക്ക് വരുന്ന കൊച്ചു പിള്ളേരാണോ അറിയാതിരിക്കാൻ എന്ന് ചോദിച്ചാൽ 1 യോഹന്നാനിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തില് അത് എന്താ പറയുന്നത്? നിങ്ങളെ ലോകക്കാര് അറിയുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. കാണുവിൻ 1-ാമത്തെ വാക്യം, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെ അറിയുന്നില്ല. ലോകക്കാർക്ക് അവനെ അറിയത്തില്ല, അതുകൊണ്ട് അവർ നമ്മെ അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ഇന്നതാകുന്നു, ഇതിൽ പ്രതീക്ഷമായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ഒരു നമുക്ക് മറ്റുള്ളവരോട് അവിശ്വാസികളോട് എസ്പെഷ്യലി ആ ഒരു കരുണ തോന്നാൻ അവർക്ക് കർത്താവെ അറിയാത്തതുകൊണ്ട് അവർ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ എതിർക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. കർത്താവെ അവർ പല അധികാരത്തിലിരിക്കുന്നവരോ പല സുവിശേഷ വിരോധികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ പല കാര്യങ്ങളും ഒക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം അവർക്ക് അറിയത്തില്ലല്ലോ അവർ എത്ര വലിയൊരു പാതകമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. ഇനിയിപ്പം വിശ്വാസികളിൽ എന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായാലും
നമുക്ക് എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അവർ ദൈവത്തെ വീണ്ടും വീണ്ടും അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് വേറെ പല കാര്യങ്ങളിലും നമ്മളെക്കാട്ട് വലിയ വെളിച്ചം കാണുന്ന ആ കാര്യത്തിൽ ചിലപ്പോൾ അവർക്കൊരു വെളിച്ചമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ അങ്ങനെ പെരുമാറി. അപ്പോൾ അതുകൊണ്ട് കർത്താവേ അവരോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ. അതാ നമ്മൾ തിരിച്ച് യോഹന്നാൻ 16:3 അവർ പിതാവിനെയും എന്നെ അറിയായക കൊണ്ട് ഇങ്ങനെ ചെയ്യും, അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ആ നാഴികയൊക്കെ വരുമ്പോൾ നിങ്ങൾക്കപ്പോൾ ഓർമ്മ വരുമോ, പരിശുദ്ധാത്മ ഓർപ്പിക്കും, യേശു ഇത് പറഞ്ഞതാണല്ലോ, പിതാവിനെ അവർക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ ഇവരെങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കത് ക്ഷമിക്കാൻ അത് വളരെ ഈസി ആയിരിക്കും. അതിന് നാഴിക, ഇങ്ങനെയുള്ള നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയുണ്ട് അത്രേ. അവർ കർത്താവ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വലിയ മുന്നറിയിപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ചെറിയ ചെറിയ ചോട്ട മുന്നറിയിപ്പുകളൊക്കെ കർത്താവ് കൊടുക്കേണ്ട വന്നുള്ളൂ. ഇനിയിപ്പം കർത്താവ് പോവുക, അപ്പം അതുകൊണ്ട് ഇവർ തന്നെ ഇതെല്ലാം ഫേസ് ചെയ്യണം. എന്നാൽ ആരുണ്ട്, സഹായകനായിട്ടുള്ള പരിശുദ്ധാത്മാവ് അവരുടെ മധ്യത്തിൽ അവരുടെ ഉള്ളിലേക്ക് വരും, അവരുടെ ഇടയിലേക്ക് വരും, അവരുടെ ഉള്ളിലേക്കും വരും. അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോവുക, ഞാൻ എന്നെ അയച്ച പിതാവിൻ്റെ അടുക്കലേക്ക് പോവുക. നീ എവിടെ പോകുന്നതെന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. വഴി എവിടാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് എന്നെ വഴിയാന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവർക്ക് വയറ് നിറച്ച് നല്ല ഡോസ് കൊടുത്തു. ഇത്രയൊക്കെ ആയിട്ടും എന്നെ കണ്ട പിതാവിനെ കണ്ടെന്ന് അറിയത്തില്ലേ എന്നൊക്കെ കർത്താവ് സ്നേഹത്തോടെ ആ യോഹന്നാൻ 14 ഫിലിപ്പോസിനോട് ചോദിക്കുന്നതൊക്കെ, വഴി ഏതാന്ന് തോമസ് ചോദിക്കുന്ന യോഹന്നാൻ 14:5 നമുക്കറിയാം. അപ്പം ഞാൻ തന്നെ വഴിയെന്ന് കർത്താവ് പറഞ്ഞു കൊടുത്ത്, കർത്താവ് നല്ല ഉരുളക്ക് ഉപ്പേരി പല ഉത്തരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത്, എന്താ വഴി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ തന്നെ വഴി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കൂടുതലൊന്നും അവർക്ക് ചോദിക്കുന്നവരും കർത്താവ് പല പല കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ ഡൗട്ടുകൾ അടിക്കുന്നു. അതുകൊണ്ട് നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. അതായത് കർത്താവ് ഒരു കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ ശരിക്കും കർത്താവ് അവരോട് അതുപോലൊരു സ്നേഹബന്ധമായിരുന്നു ആ ശിഷ്യന്മാരോട്. കർത്താവ് അങ്ങ് പോവുക, ഗൾഫിലേക്ക് പപ്പ ടാറ്റ അയച്ച വിമാനത്തിൽ കയറാൻ പോവുകയാണ്. അപ്പം എന്താ പറഞ്ഞ ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് അയ്യോ എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞെങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്ന കർത്താവ് പറയുക. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ ഐ ടെൽ യു ദ ട്രൂത്ത്, സത്യമായിട്ട് പറയാൻ കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 7-ാമത്തെ വാക്യം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും പ്രയോജനമാണ്, അഡ്വാൻറ്റേജ്, ഇറ്റ് ഇസ് ടു അഡ്വാൻറ്റേജ്. നിങ്ങൾക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകാതിരുന്നാൽ, ഞാൻ ഗൾഫിൽ പോകാതിരുന്നാൽ നിങ്ങൾക്ക് കളിപ്പാട്ടൊന്നും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കത്തില്ലെന്ന് പറയുന്നത് പോലെ, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ല, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കർത്താവ് എത്ര സമാധാനിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വെച്ചാൽ അവർ 19 വയസ്സുള്ള വലിയ മുതുക്കന്മാരായുള്ള വലിയ ചെറുപ്പക്കാരാണ്. എന്നാൽ കർത്താവ് അവരോട് കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം തന്നെ യോഹന്നാൻ 21:5 കുഞ്ഞുങ്ങളെ എന്ന് അവരെ വിളിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിൽഡ്രൻ, അവർ കുഞ്ഞുങ്ങളെ പോലെ അവർ 30 വയസ്സിന് മേലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളാണ്. എന്നാൽ കർത്താവ് അവരോട് ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ പോലെ അവരെ താലോലിച്ച് അതുപോലെ വാത്സല്യത്തോടെ അവരെ കൊണ്ടുവന്ന് അവരെ ശിഷ്യത്വത്തിൽ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് പറയുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണ്. ഞാൻ പോയാലേ കരസിനെ അയക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പോയാൽ കരസിനെ ഞാൻ അയക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ പരിശുദ്ധാത്മാവിൻ്റെ അതുകൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തട്ടെ. ആ 8, 9, 10 വാക്യങ്ങളിൽ 11 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി പറയുക. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്ന അല്ലെങ്കിൽ ബോധം വരുത്തുന്ന 3 കൺവിക്റ്റ് ചെയ്യുന്ന, ബോധ്യം വരുത്തുന്നതെന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ ബോധം വരുത്തുന്ന എഴുതിയിരിക്കുന്നത്, ബോധ്യം വരുത്തുന്ന 3 കാര്യങ്ങളെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചൊരു ബോധം തരും, നീതിയെക്കുറിച്ചൊരു ബോധം തരും, ന്യായവിധിയെക്കുറിച്ചൊരു ബോധം തരും. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിലുള്ളവർക്ക് കർത്താവിലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുത്തും എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് പറയുന്നത്. എന്നാൽ പാപത്തെക്കുറിച്ച് അത് കർത്താവിനെ വിശദമായിട്ട് പറയുക. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിനെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പം പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുക എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള പാപം എന്ന് പറഞ്ഞാൽ
യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പാപം. അയ്യോ, ചിലർ പറയും ഞാൻ ഇത്രയും വലിയ പാപവും എൻ്റെ ജീവിതത്തിൽ വലിയ കുറവുകളൊക്കെ ഉള്ളത്, അതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റും, എനിക്ക് ആ വലിയ വിശുദ്ധനൊന്നുമില്ല, അപ്പൊ എനിക്ക് എങ്ങനെ പ്രയർ മീറ്റിങ്ങിന് വരാനൊക്കും, ഞാൻ വലിയ പാപിയാണ്. എന്താ പറയുന്നത്, പാപികൾക്ക് വേണ്ടി ഞാൻ വന്നു, ഏറ്റവും വലിയ പാപിയാണ്, അവനാണെങ്കിൽ ഏറ്റവും ആദ്യം വരണം മീറ്റിങ്ങിന്. ഏറ്റവും വലിയ അതാ കർത്താവിൽ വിശ്വസിക്കാതിരിക്കുന്നതാ പാപം. ബാക്കി കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ള ആ വാക്ക് പിസ്റ്റിയോ എന്നുള്ള വാക്കാ. പിസ്റ്റിയോ എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം വിശ്വസിക്കുക, വിശ്വസിച്ച് ആശ്രയിക്കുക. അതായത് ട്രസ്റ്റ്, പ്ലേസ് യുവർ കോൺഫിഡൻസ് ഇൻ. നമ്മൾ ഭൗതികമായിട്ട് ഒരു വിശ്വാസം പിശാചിനും വിശ്വസിക്കുന്നു, ഇറക്കുകയും ചെയ്യുന്നു യാക്കോബ് 2:19 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇന്റലക്ച്വൽ ബിലീഫ് അല്ല, ഭൗതികമായിട്ട് ഇന്ന കാര്യങ്ങൾ അറിയാം, യേശു ഉണ്ട്, വിശ്വസിക്കുന്നു, ശരി അല്ല, ഓക്കെ അങ്ങനെ ഒരു വിശ്വാസമല്ല, മറിച്ച് യേശുവിലൊരു വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു വിശ്വാസം. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കൊമ്പും മുന്തിരിവള്ളിയിൽ ചാരിയിരിക്കുന്ന പോലെ. അതാ അവൻ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ എനിക്ക് വേണ്ടത്ര ഒരു വിശ്വാസം ഇല്ലാത്ത പല കാര്യങ്ങൾ ദൈവം നമുക്ക് ബോധ്യം തരും. നമ്മളുടെ പല ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ മനുഷ്യരിലെ ആശ്രയിക്കുന്നത്, കർത്താവിലല്ല ആശ്രയിക്കുന്നത്, കർത്താവിലല്ല വിശ്വസിക്കുന്നത്. എനിക്ക് അവിടെ പോയ സഹായം കിട്ടും, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഇന്ന ആളെ വിളിച്ച സഹായം കിട്ടുമെന്ന കർത്താവ് ഓരോ സമയത്തും കർത്താവ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നത്. ശരിയാണ്, നമുക്ക് ഡോക്ടർമാരുണ്ട്, ബാക്കി പല സൗകര്യങ്ങളുണ്ട്, പല കാര്യമെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും, നമ്മൾ പരസ്പരം നമുക്ക് ഹെൽപ്പ് എടുക്കും, എല്ലാം വേണമെന്ന്. നമ്മുടെ ആശ്രയം എവിടെ? ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എന്ന് പറഞ്ഞതിൽ അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കാതിരിക്കുന്നതാണ്, ആ വിശ്വാസമാണ് വലിയ പാപമായിട്ട് കർത്താവ് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാ നമുക്ക് ബോധ്യം വരുന്നൊരു കാര്യം, നമ്മളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ കർത്താവിൽ ഞാൻ വേണ്ടത്ര വിശ്വസിച്ച് ആശ്രയിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം വരുത്തും. പിന്നെ കർത്താവ് പറയുന്നത് വെച്ചാൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ കാണുന്നില്ല, അതുകൊണ്ട് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും. അപ്പം കർത്താവ് അവരുടെ കൂടെ ഉള്ളപ്പോൾ നീതി എന്താണെന്ന് ചോദിച്ചാൽ, യേശു എന്താണോ ചെയ്യുന്നത് അതാണ് നീതി. യേശുവിന്റെ സ്വഭാവമാണ് നീതി. റൈച്ചസ് റിക്വയർമെന്റ് ഓഫ് ദ ലോ, അതാണ് റൈച്ചസ്നെസ്. നീതി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവമാണ്. ആ ന്യായപ്രമാണം ആവശ്യപ്പെട്ട എന്താണോ അതാണ് നീതി. അപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം യേശുവിന്റെ സ്വഭാവത്തിലായിരുന്നു, യേശുവിന്റെ ജീവിതത്തിലായിരുന്നു. അപ്പോൾ യേശു ഉണ്ടായിരുന്നപ്പോൾ നീതി എന്താണെന്ന് ചോദിച്ചാൽ, യേശുവാണ് നീതിമാനായിട്ട്, ദ റൈച്ചസ് വണ്ണായിട്ട്, നീതിയുടെ എംബോഡിമെന്റ്, സഫലീകരണമായിട്ട്, ആൾരൂപമായിട്ട്. ചിലരെ കുറിച്ച് അതൊരു അഹങ്കാരത്തിന്റെ ആൾരൂപം എന്ന് പറയുന്നത്, കർത്താവിനെ കുറിച്ച് അത് നീതിയുടെ ആൾരൂപമാണ്. നീതി ഒരു മനുഷ്യനായിട്ട് വന്നതാണ് കർത്താവ്. അപ്പം ഇനിയിപ്പോ കർത്താവ് അങ്ങ് പോവുക, കർത്താവ് അങ്ങ് 3-ാം സ്വർഗത്തിലേക്ക് കർത്താവ് പോവാം, ക്രൂസിലേക്ക്. പിന്നെ 40 ദിവസത്തിന് ശേഷം പിന്നെ 3-ാം സ്വർഗത്തിലേക്ക് കർത്താവ് പോവുക. അപ്പം പരിശുദ്ധാത്മാവ് വന്ന് യേശുവിനെ നിങ്ങളിനി കാണുന്നില്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു തരണം. അപ്പോൾ ഓരോ സാഹചര്യത്തിലും നീതിയായിട്ട്, ന്യായമായിട്ട്, സത്യസന്ധമായിട്ട്, കരുണയോടെ, ചില സമയത്ത് വേണ്ടടുത്ത് കാർക്കശ്യത്തോടെ എങ്ങനെ പെരുമാറണം, അവിടെ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് യേശുവിനെ കാണിച്ചു തരും. യേശു അങ്ങ് പോകുന്നത് കൊണ്ട് ആ നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് യേശുവിനെ കാണിച്ചു തരും. യേശു എങ്ങനെയായിരിക്കും നീതി ചെയ്യുന്ന ഓരോ സാഹചര്യത്തിലും. കർത്താവ് ഏറ്റവും റൈച്ചസ് ആയിട്ട്, ഏറ്റവും നീതിപരമായിട്ട്, ഏറ്റവും വിശുദ്ധിയോടെ, ഏറ്റവും താഴ്മയോടെ, നിസ്വാർത്ഥതയോടെ ജീവിക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം കർത്താവ് എനിക്ക് കാണിച്ചു തരും. പിതാവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് പോകും, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് ഈ യേശുവിനെ കാണിച്ചതെന്ന് എനിക്ക് ബോധ്യം വരുത്തും. അത് കഴിഞ്ഞിട്ട് പറയുക, ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പിശാചിനെ കുറിച്ച് പലതവണ കർത്താവ് റെഫർ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ഇവിടെ യോഹന്നാൻ 12 കർത്താവ് പറയുന്നുണ്ട് ലോകത്തിന്റെ പ്രഭു എന്ന്. അതിന് 12:31 ഇപ്പോൾ ഈ ലോകത്തിന് ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും എന്നുള്ളൊരു കാര്യം. റൂളർ ഓഫ് ദിസ് വേൾഡ് വിൽ ബി കാസ്റ്റ് ഔട്ട്. ക്രൂസിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, അന്ന് നടന്ന കാര്യം. ദ റൂളർ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ പ്രഭു, ലോകത്തിന്റെ ദൈവമെന്ന് ഈ പിശാചിനെ വിളിച്ചിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ 2 കൊരിന്ത്യർ 4:5 വാക്യത്തിൽ ഗോഡ് ഓഫ് ദിസ് വേൾഡ്, ലോകത്തിന്റെ ദൈവം എന്ന്, അവിടെ 4-ാമത്തെ വാക്യത്തിൽ ലോകത്തിന്റെ ദൈവം എന്ന് പിശാചിനെ വിളിച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഈ മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു ലോകം ഈ ദുഷ്ടന്റെ കീഴിലാവുള്ള എന്നുള്ള കാര്യം. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു, അത് നമ്മൾ തിരിച്ച് യോഹന്നാൻ 16:11 വരുമ്പോൾ, കൺസേണിങ് ജഡ്ജ്മെന്റ് ബിക്കോസ് ദ റൂളർ ഓഫ് ദിസ് വേൾഡ് ഹാസ് ബീൻ ജഡ്ജ്ഡ്. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുവാണ്.
അവൻ്റെ വിധി ഇനിയിപ്പം ക്രൂശിൽ അത് പൂർത്തിയാവും. പിന്നീട് അത് ലോകത്തിന് വെളിവാവും അന്തിമ ന്യായവിധിയിൽ. ആ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ന്യായവിധിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ദോഷം ചെയ്യുന്നവനെല്ലാം ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തരും. എങ്ങനെ പിശാച് ന്യായം വിധിക്കപ്പെട്ടോ അതുപോലെ പിശാചിൻ്റെ കൂടെ പിശാചിൻ്റെ ദോസ്തായിട്ട് പിശാചിൻ്റെ കൈകോർത്ത് പാപം ചെയ്യുന്നവർക്ക് ആ പിശാചിൻ്റെ കൂടെ ഉള്ള നരകത്തിലേക്ക് ചെന്ന് വീഴാം. അതാണ് നമുക്കറിയാം, നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ. മത്തായി 25 യഥാർത്ഥത്തിൽ നരകം ആർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചാന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്. പിശാചിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ പിശാചിൻ്റെ കൂടെ കൈകോർത്ത് പോകുന്നവർ പിന്നെ അവിടെ തന്നെ ചെന്ന് പതിക്കും. അതാ മത്തായി 25:41 പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ പിശാചിനും ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നേ. പക്ഷേ ആരോടെ പോകാൻ പറയുന്നത്? ശപിക്കപ്പെട്ടവർ, ഇടത്തുള്ളവര്, അവര് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ നടന്നവരെ കുറിച്ച് നമ്മളവിടെ മത്തായി 25:41 വായിക്കുന്നുണ്ട്. അപ്പം ആ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുവാണ്. അതുപോലൊരു വിധി, അതുപോലൊരു ന്യായവിധി ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ ഒരു കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസികൾക്കും കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു സന്ദർഭം കർത്താവിൻ്റെ വരവെങ്കിൽ ഉണ്ടാവും. എന്നാൽ 1000 വർഷത്തിന് കർത്താവിൻ്റെ 1000 വർഷക്കാലത്തിന് 1000 വർഷക്കാലം വാഴ്ചയ്ക്ക് ശേഷം അവിശ്വാസികൾക്കുള്ളൊരു ന്യായവിധിയെക്കുറിച്ച്, അന്തിമമായിട്ടുള്ള ഒരു ന്യായവിധിയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 20 അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ന്യായവിധിയെക്കുറിച്ച്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് പോവാം, അവസാനം ആർക്കും ഒന്നും കടക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ ഒരു ലക്കുമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിക്കാം. എന്നാൽ പരിശുദ്ധാത്മ നമുക്ക് ന്യായവിധിയെക്കുറിച്ചൊരു ബോധ്യം വരുത്തും. പിശാച് ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു. ആ പിശാചിൻ്റെ കൂടെ പോകുന്നവരെ അവൻ്റെ അനുസരിച്ചുള്ള ന്യായവിധിയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ന്യായത്തിന് മുമ്പാകെ എനിക്കൊരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം വരുത്തി തരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 13-ാമത്തെ വാക്യത്തിൽ സത്യത്തിന് ആത്മാവ് വരുമ്പോഴും അവൻ തന്നെ സകല സത്യത്തിൽ വഴി നടത്തുമെന്ന് പറഞ്ഞ് കർത്താവ് തുടർന്നും പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ 12 വാക്യങ്ങൾ നമ്മൾ കണ്ടു. യോഹന്നാൻ 15 അവസാനത്തെ 2 വാക്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ കണ്ട് കർത്താവ് സാക്ഷ്യം പരിശുദ്ധാത്മാവ് കർത്താവിനായിട്ട് സാക്ഷ്യം പറയുന്നു. നമ്മളും രക്തസാക്ഷിയാവുവാൻ സ്വയജീവനെ വെക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ നമ്മളിലൂടെയും കർത്താവിൻ്റെ സാക്ഷ്യത്തെ കൊണ്ടുവരും. യഥാർത്ഥത്തിലുള്ള പ്രവചനം കർത്താവിൻ്റെ സാക്ഷ്യമാണെന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ കർത്താവെങ്കിൽ ഇടറിപ്പോകാതെ കർത്താവിൻ്റെ ശാസനയിലും ശിക്ഷണത്തിലും വാക്കുകളിലും ഒക്കെ ഇടറിപ്പോകാതെ വേറെ പ്രതികൂലങ്ങളിലും ഒക്കെ നമ്മൾ ഇടറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നെന്താ, മറ്റുള്ളവർക്ക് കർത്താവിനെ അറിയാത്തതുകൊണ്ടാണ് പലരും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കണം. പിന്നെ കർത്താവ് എന്താ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്, ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കർത്താവ് അവരോട് ആശ്വസിപ്പിച്ച്, ഞാൻ പോവാഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കരിസ്ഥനെ അയക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേരെ പോലെ നിങ്ങളുടെ കണ്ണൊക്കെ നിറഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം പത്രോസിൻ്റെ കണ്ണൊക്കെ തുടച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരുടെ കണ്ണൊക്കെ തുടച്ചുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, പോകാനാൽ കരിസ്ഥനെ അയക്കാൻ പറ്റത്തില്ല, പോയാൽ ഞാൻ ഉടനെ അയക്കാം, ഞാൻ അവിടെ ഗൾഫിൽ ചെന്ന ഉടനെ കത്തയക്കാൻ, ഇന്ന് പിന്നെ കത്തൊന്നുമല്ലല്ലോ, മെയിൽ അയക്കാം, ഫോൺ വിളിക്കാതെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന ഉടനെ അങ്ങ് അയക്കാം, നിങ്ങൾ കരയണ്ട, ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും, കർത്താവിനെ നമ്മൾ വേണ്ടവണ്ണം വിശ്വസിക്കാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് ബോധ്യം വരുത്തി തരും. യഥാർത്ഥത്തിലുള്ള നീതി യേശു നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ യേശുവിനെ നമുക്ക് കാണിച്ച് യഥാർത്ഥത്തിലുള്ള നീതി എന്താണെന്നുള്ള കാര്യം, കർത്താവ് ഓരോ സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം കാണിച്ചു തരും. പിന്നെ ന്യായവിധി, പിശാച് ന്യായവിധിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ന്യായവിധിക്കപ്പെട്ടുവെങ്കിൽ ഏറ്റവും നിർദോഷനായ ഒരു ദൂതൻ പിശാചായി മാറിയവന് ന്യായവിധി ഉണ്ടെങ്കിൽ നമുക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. തുടർന്ന് നമ്മൾ കണ്ടല്ലോ, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളെ കർത്താവിൽ നിന്ന് നമ്മൾ പദ്യവചനം നമ്മൾ ആവോളം ഭുജിക്കുകയായിരുന്നു. കർത്താവ് നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നുവല്ലോ, നിങ്ങൾ ഇടയിൽ പോകാതിരിക്കേണ്ടതിനായിട്ട് ഞാനത് പറയുവാണെന്ന് പറഞ്ഞ് സ്നേഹത്തോട് ചേർത്ത് നിർത്തി നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, മുന്നറിയിപ്പ് നൽകുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ വചനങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ബോധം വരുത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു. യേശുവിനെ നാം വേണ്ടത്ര വിശ്വസിക്കുന്നുണ്ടോ? കർത്താവായിരുന്നു നമ്മളുടെ സ്ഥാനത്തെങ്കിൽ കർത്താവ് എത്ര നീതിയോടെ പ്രവർത്തിക്കുമോ ആ കർത്താവിനെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. കർത്താവ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് യേശു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു. ലോകത്തിലെ പ്രഭു ന്യായം വിധിക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും ഒരു ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. നമുക്ക് തന്നെയും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പായിട്ട് നമ്മൾ തന്നെ കീഴടക്കിക്കൊണ്ട് നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുവചനങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിന് ഞങ്ങളതിനെ കീഴടക്കുന്നു. കർത്താവേ, അവിടുന്ന് കർത്താവേ സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ഞങ്ങൾക്ക് പ്രയോജനമാകത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായിട്ട് യേശുവിനെ ഞങ്ങളെ സ്തുതിക്കുന്നു. നന്ദി യേശുവിന്. ഞങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുകയാക്കി തരുവാൻ ഞങ്ങളെല്ലായിരുന്നാലും ഞങ്ങൾ കർത്താവെ എവിടെയൊക്കെ യാത്രയിലോ ജോലിയിലോ എവിടെയൊക്കെ ഞങ്ങളുടെ വീട്ടിലോ ഉത്തരവാദിത്തങ്ങളുടെ ഇടയിലൊക്കെ ആയിരിക്കുമ്പോഴും അവിടെല്ലാം യേശുവിനെ ഞങ്ങൾക്ക് കാണുവാൻ യേശുവിനോട് കൂടെ ഇരിക്കുന്നവരായിട്ട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവരായിട്ട് ആക്കി തീർക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതോട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വചനത്തിലൂടെ തന്ന സമൃദ്ധമായ ജീവനായിട്ട് സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ ആ കരുതലായിട്ട് വാത്സല്യത്തനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. നന്ദി യേശുവിൻ. നന്ദി. അവിടുത്തെ ശാസന കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ കർത്താവ് അവിടുത്തെ പ്രവൃത്തി കൊണ്ടൊന്നും ഇടറി പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഓരോരോ സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളിൽ ഇടറി പോകാനുള്ള സാധ്യതയുള്ള സമയങ്ങളിൽ കർത്താവ് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾക്ക് ഓർപ്പിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങളെ ഓർപ്പിച്ച് ഞങ്ങളെ കർത്താവ് ധൈര്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീതിയുള്ളവരായിട്ട് പാപം ചെയ്യാത്തവരായിട്ട് ന്യായവിധിയെക്കുറിച്ച് ഒരു ഉത്ബോധ്യമുള്ളവരായിട്ട് അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പുള്ളവരായിട്ട് കർത്താവ് ഭൂമിയിൽ ജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സമയാസമയങ്ങളിലെ ബോധ്യങ്ങൾ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഞങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അനേകരെ കർത്താവെ ഈ ലോകത്തിനെ പാപത്തിനെക്കുറിച്ചും വിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ പരിശുദ്ധാത്മാവിന് കർത്താവെ പല നാവുകളും പല ശരീരങ്ങളും ആവശ്യമുണ്ടല്ലോ. ഞങ്ങളെ ഉപയോഗിച്ച് കർത്താവെ പല അനേകർക്ക് കർത്താവെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാനും കർത്താവെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ശരീരങ്ങളായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ മിനിസ്ട്രിക്ക് കർത്താവെ ആ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായിട്ടും കർത്താവെ കോഓപ്പറേറ്റ് ചെയ്യുവാൻ കർത്താവെ അതിനോട് സഹകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഏറ്റവും വാഞ്ചയോടെ വെമ്പലോടായിരിക്കുമ്പോൾ കർത്താവെ ആ യേശുവിൻ്റെ സാക്ഷ്യം തന്നെ പ്രവചനത്തിൻ്റെ ആത്മാവായിട്ട് അങ്ങനെ യേശുവിനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവ് ഏറ്റവും വെമ്പൽ കൊള്ളുമ്പോൾ കർത്താവെ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഞങ്ങൾ കീഴടക്കി കൊടുക്കുവാനും ഞങ്ങളുടെ നിത്യജീവിതത്തിൽ കർത്താവെ യേശുവിനെ സാക്ഷിക്കുവാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കർത്താവ് ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാവട്ടെ, അപ്പന്മാരുടെ ബന്ധത്തിലാവട്ടെ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാവട്ടെ, ഞങ്ങളുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധത്തിലാവട്ടെ ഒക്കെ കർത്താവെ പരിശുദ്ധാത്മാവിനെ യേശുവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട് കർത്താവെയുള്ള ശരീരങ്ങളായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ യേശുവിനെ മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് കാണിച്ചു കൊടുക്കുക ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു എങ്ങനെ പെരുമാറുമായിരുന്നു, യേശു എങ്ങനെ സ്നേഹത്തോടെ എങ്ങനെ കാർക്കശ്യത്തോടായിരിക്കും എന്നുള്ള കാര്യം കർത്താവ് യേശു എങ്ങനെ പാപത്തിനെതിരെ പാരമ്പര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ദൈവവചനപ്രകാരം എങ്ങനെ ഒരു നിലപാടെടുക്കും എന്നുള്ളൊരു കാര്യം കർത്താവെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് കർത്താവെ പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വെമ്പൽ കൊള്ളുമ്പോൾ കർത്താവെ ഞങ്ങളും ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് കർത്താവെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ സ്വയജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ജീവനം നിറഞ്ഞ് അങ്ങയെ സാക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയൊക്കെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയോർത്ത് നല്ല വചനങ്ങളെയോർത്ത് സ്തുതിക്കുന്നു. അതിനെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയൊക്കെ സഹായിക്കണം. ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമായി തീരുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ വചനം ജഡമായി തീർന്നതുപോലെ ഞങ്ങളിലും കർത്താവെ വചനം ഞങ്ങളുടെ ആത്മാവിൻ്റെ ആത്മമനുഷ്യൻ്റെ മാംസമായി തീരുവാൻ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരുവാൻ തക്കവണ്ണം കർത്താവെ വചനം ഒരു വെളിപ്പാടായിട്ട് അനുസരണമായിട്ട് അനുഭവമായിട്ട് ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവിനെ. വിജ്ഞാനികൾക്ക് വിവികൾക്കൊക്കെ മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി കർത്താവെ. ഞങ്ങൾ ആ ശിശുത്വത്തോടെ വചനത്തിന് വെളിപ്പാടുള്ളവരായിട്ട് വചനം അനുസരിക്കുന്നവരായിട്ട് അതിനനുഭവിക്കുന്നവരായിട്ടായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചു. നന്ദി കർത്താവെ.